അതൊക്കെ തെറ്റിച്ചോണ്ട് നിനക്ക് ജോലി തരണമെന്ന് പറഞ്ഞാ അത് കേൾക്കാനിരിക്കുമല്ലേ സർക്കാരും വകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ. അതിരിക്കട്ടെ, അവക്ക് എന്ത് അർഹതയാ ഉള്ളത് ഈ ജോലിക്ക് കയറാൻ? നിയമപരമായിട്ട് സുധിയുടെ ഭാര്യ ദേവിക, അതാണ് അർഹത. ഒരു ദിവസം പോലും അവള് സുധിയുടെ കൂടെ കഴിഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെ അവള് ഭാര്യയാവും? ഭാര്യയാകാൻ കൂടെ കഴിയണമെന്ന് നിന്നോട് ആരാ പറഞ്ഞു? താലി കെട്ടിയില്ലേ, രജിസ്റ്ററിൽ ഒപ്പിട്ടില്ലേ, അത് മതി. അതാ യോഗ്യത, അതാ തെളിവ്. ഞാൻ സമ്മതിക്കില്ല. ആ ജോലി എനിക്ക് തന്നെ വേണം. നിനക്കത് കിട്ടാൻ പോകുന്നില്ല, വെറുതെ വാശി പിടിക്കണം. നിങ്ങൾ ഒറ്റ ഒരുത്തൻ കാരണ ദേവികയ്ക്ക് ആ ജോലി കിട്ടാൻ പോകുന്നേ. അങ്ങനെയാണ് നീ ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെ തർക്കിക്കാൻ ഞാനില്ല. സ്വന്തം മോളെ പോലും ഓർത്തില്ലല്ലോ നിങ്ങള്. ദേവികയെ എനിക്ക് എന്റെ മോളാ. എത്ര തവണ ഞാനത് പറഞ്ഞു, എന്നിട്ടും അത് നിന്റെ തലേ കയറുന്നില്ലല്ലോ പാർവതി. എനിക്ക് ഇനി ഈ വിഷയത്തിൽ കൂടുതലും സംസാരിക്കാൻ. ഈ ജോലി ദേവി മോക്ക് തന്നെ കിട്ടും. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാനതിന് സമ്മതിക്കില്ല. അങ്ങനെയാണ് നിന്റെ തീരുമാനമെങ്കിൽ നിന്റെ ജീവൻ പോട്ടേന്ന് ഞാനങ്ങ് തീരുമാനിക്കും. വെറുതെ എന്നോട് വഴക്കിന് വന്നാലുണ്ടോ, മിണ്ടാതെ ഒരു ഭാഗത്തിരുന്നോണം. ഇല്ലെങ്കിൽ എന്റെ കൈയുടെ ചൂട് നീ അറിയും, കേട്ടല്ലോ? രക്ഷയില്ല പാർവതി, അവന്റെ മനസ്സ് മാറ്റാനൊന്നും നമുക്ക് പറ്റില്ല. ആ ജോലിയെക്കുറിച്ച് മറക്കുന്നതായിരിക്കും നല്ലത്.